TLB's ബയോളജി ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. +2 സുവോളജി, മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ, ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ എന്നീ ചാപ്റ്ററുകളിലെ ഫോക്കസ് ഏരിയ ഡിസ്കസ് ചെയ്യുന്ന റിവിഷൻ വീഡിയോ ലെസണാണിത്. ഈ ചാപ്റ്ററുകളിൽ നിന്നും പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയറിൽ മൈക്രോബ്സിനെ എന്തിനൊക്കെ ഉപയോഗിക്കുന്നു? മൈക്രോബ്സ് ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, പ്രിപ്പറേഷൻ ഓഫ് കെമിക്കൽസ്, എൻസൈംസ് ആൻഡ് ബയോ ആക്റ്റീവ് മോളിക്യൂൾസ്, ആസ് ബയോ കൺട്രോൾ ഏജൻറ്റ്സ്, ആസ് ബയോ ഫെർട്ടിലൈസ്, വിവിധ രൂപങ്ങളിൽ മൈക്രോബ്സിനെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും വരുന്നതാണ് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ. ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ അഥവാ ലാക്ടോബാസിലസ്, ഷോർട്ട് ഫോമിൽ നമ്മൾ ലാബ് എന്നുള്ള രീതിയിൽ എഴുതും. ഇത് മിൽക്കിനെ കേർഡായിട്ട് മാറ്റുന്ന ബാക്ടീരിയയാണ്. പ്രൊഡക്ഷൻ ഓഫ് കേർഡ് ഫ്രം മിൽക്കിനെ കേർഡാക്കി മാറ്റുന്ന ബാക്ടീരിയയാണ് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ. ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ട് നമ്മൾ ഓർമ്മിക്കേണ്ടത് ഈ ഓർഗാനിസത്തിൻ്റെ പേര്, അതിൻ്റെ സയൻറ്റിഫിക് നെയിം, അത് ആ ഓർഗാനിസത്തിൽ നിന്നും കിട്ടുന്ന ബയോ ആക്റ്റീവ് പ്രോഡക്റ്റുകളുടെ പേര്. ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത്. 4 ബാക്ടീരിയകൾ നമുക്കിതിൽ പഠിക്കാനുണ്ട്. ലാക്ടോബാസിലസ്, അസറ്റോബാക്ടർ അസറ്റി, ക്ലോസ്ട്രിഡിയം ബ്യൂട്ടിലിക്കം, സ്ട്രെപ്റ്റോകോക്കസ്. ഈ ഓരോ ബാക്ടീരിയയിൽ നിന്നും കിട്ടുന്ന പ്രോഡക്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത്. ലാക്ടോബാസിൽസിൽ നിന്നും ലാക്റ്റിക് ആസിഡ്, അസറ്റോബാക്ടർ അസറ്റിയിൽ നിന്നും അസറ്റിക് ആസിഡ്, ക്ലോസ്ട്രിഡിയം ബ്യൂട്ടിലിക്കത്തിൽ നിന്നും ബ്യൂട്രിക് ആസിഡ്, സ്ട്രെപ്റ്റോകോക്കസിൽ നിന്നും സ്ട്രെപ്റ്റോകൈനേസ്. ഇനി ഈസ്റ്റ് 2 ടൈപ്പ് ഈസ്റ്റ് ഉണ്ട്. മൊണാസ്കസ് പർപ്യൂറസും സാക്കരോമൈസസ് സെർവീസിയയും. മൊണാസ്കസ് പർപ്യൂറസ് സ്റ്റാറ്റിൻ എന്ന് പറയുന്ന ബയോ ആക്റ്റീവ് പ്രോഡക്റ്റ് കിട്ടുന്നു. സക്കാരോമൈസസ് സെർവീസിയയിൽ നിന്നും എത്തനോൾ എന്ന് പറയുന്ന പ്രോഡക്റ്റ് കിട്ടുന്നു. ഇനി 2 ഫംഗസ് ഉണ്ട്. അസ്പെർജിലസ് നൈജറും ട്രൈക്കോഡെർമ പോളിസ്പോറം. അസ്പെർജിലസ് നൈജർ സിട്രിക് ആസിഡ് എന്ന പ്രോഡക്റ്റ് കിട്ടുന്നു. ട്രൈക്കോഡെർമ പോളിസ്പോറത്തിൽ നിന്നും സൈക്ലോസ്പോറിൻ എ. അപ്പോൾ ഈ ഒരു ചാർട്ട് ഭംഗിയായിട്ട് ബൈ ഹേർട്ട് ചെയ്യണം. ഇനി ഇതിൻ്റെ യൂസസും കൂടെ വരുന്ന ഒരു ചാർട്ട് കൂടെ ഉണ്ട്. അങ്ങനെയും ചിലപ്പോൾ എക്സാമിന് മാച്ച് ചെയ്യാനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ ബ്ലാങ്ക് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നിന്നും കിട്ടുന്ന പ്രോഡക്റ്റാണ് സ്ട്രെപ്റ്റോകൈനേസ് എന്ന് പറഞ്ഞു. അതിൻ്റെ യൂസ് ക്ലോട്ട് ബസ്റ്റർ ഇൻ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ. ഇനി ഈസ്റ്റിൽ സ്റ്റാറ്റിൻ എന്ന് പറയുന്ന പ്രോഡക്റ്റിൻ്റെ റോള് ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിങ് ഏജൻ്റാണ്. ഫംഗസിൽ ട്രൈക്കോഡെർമ പോളിസ്പോറം എന്ന് പറയുന്ന ഒരു ഫംഗസ് ഉണ്ട്. സൈക്ലോസ്പോറിൻ എ ആണ് അതിൽ നിന്നും കിട്ടുന്ന പ്രോഡക്റ്റ്. അതൊരു ഇമ്മ്യൂണോ സപ്രസീവ് ഏജൻറ്റ് ഇൻ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ. അപ്പോൾ ഈ ഒരു ചാർട്ടും വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിക്കേണ്ടതാണ്. ഇതിൻ്റെ യൂസസ് പ്രത്യേകം ശ്രദ്ധ കൊടുക്കുക. സ്ട്രെപ്റ്റോകൈനേസ് ക്ലോട്ട് ബസ്റ്ററാണ്. സ്റ്റാറ്റിന് ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിങ് ഏജൻ്റാണ്. സൈക്ലോസ്പോറിൻ ഇമ്മ്യൂണോ സപ്രസീവ് ഏജൻറ്റ് ഇൻ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനാണ്. ഇനി കുറച്ച് എൻസൈംസും അതിൻ്റെ യൂസസും ഉണ്ട്. അത് ലിപ്പേസ് എന്ന് പറയുന്ന എൻസൈം ഇൻ ഡിറ്റർജൻസ് ടു റിമൂവ് ഓയിലി സ്റ്റെയിൻസ് ഫ്രം ലോണ്ട്രി. വസ്ത്രങ്ങളിലും മറ്റുമൊക്കെ പറ്റി പിടിക്കുന്ന എണ്ണ മെഴുക്കിനെ ഇല്ലാതാക്കി കളയാൻ ഡിറ്റർജൻറ്റുകളിൽ ഉപയോഗിക്കുന്ന ഒരു എൻസൈമാണ് ലിപ്പേസസ്. ലിപ്പിഡ് ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈമാണ്. പെക്റ്റിനേസസ് എന്ന് പറയുന്ന ഒരു എൻസൈം ക്ലാരിഫൈഡ് ബോട്ടിൽഡ് ജ്യൂസ്, ഫ്രൂട്ട് ജ്യൂസുകളൊക്കെ നേർപ്പിച്ചെടുക്കുവാനും അതുപോലെ തന്നെ അതിനെ പ്രോസസ്സ് ചെയ്യുവാനും ഉപയോഗിക്കുന്ന ഒരു എൻസൈമാണ് പെക്റ്റിനേസസ്. അതേപോലത്തെ മറ്റൊരു എൻസൈമാണ് പ്രോട്ടിയേസസ്. അതും ബോട്ടിൽഡ് ജ്യൂസസിൽ ഉപയോഗിക്കുന്ന എൻസൈമാണ്. ബയോ കൺട്രോളിൻ്റെ കാര്യത്തിൽ നമുക്ക് പ്രധാനമായിട്ട് ഓർമ്മിക്കാനുള്ളത് 2 മൈക്രോബുകളാണ്. ബാസിലസ് തുറിഞ്ചിയൻസിസ് എന്ന് പറയുന്ന മൈക്രോബ്, അത് യൂസ് ചെയ്യുന്നത് കൺട്രോൾ ബട്ടർഫ്ലൈ കാറ്റർപില്ലേഴ്സ്. ബട്ടർഫ്ലൈയുടെ കാറ്റർപില്ലറുകളെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ബാസിലസ് തുറിഞ്ചിയൻസിസ് എന്ന് പറയുന്ന മൈക്രോബ്. ഇനി ട്രൈക്കോഡെർമ പോളിസ്പോറം, അതൊരു ഫംഗസാണ്. പ്രൊട്ടക്ട്സ് പ്ലാന്റ്സ് ഫ്രം പാത്തോജൻസ് ആൻഡ് ഡിസീസസ്. അപ്പോൾ ഈ ഒരു ഇതും മാച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യനായിട്ടൊക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. ഇനി ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷനിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പാണ് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക്. ജർമ്മൻ നാച്ചുറലിസ്റ്റായ അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് അത് പ്രപ്പോസ് ചെയ്തത്. സയൻറ്റിസ്റ്റിൻ്റെ പേര് ചിലപ്പോൾ ചോദിക്കാം. അത് പ്രധാനമായിട്ട് നമുക്ക് ഈ ഗ്രാഫാണ് ഇവിടെ നമുക്ക് പഠിക്കേണ്ടത്. ഒരു ഏരിയ സ്പീഷീസ് റിച്ച്നെസ്സിൻ്റെ ഗ്രാഫ്.
അപ്പോൾ ഇവിടെ ഏരിയ സ്പീഷീസ് റിച്ച്നെസ് ഏത് രീതിയിൽ ഏരിയ കൂടുന്നതിനനുസരിച്ച് സ്പീഷീസ് റിച്ച്നെസ് കൂടുന്നു എന്നുള്ളതിൻ്റെ ഗ്രാഫ് തന്നിരുന്നിട്ട് അതിൻ്റെ അനലൈസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും മിക്കവാറും ചോദിക്കാൻ സാധ്യത. അപ്പോൾ ഏരിയ ഇവിടെ തന്നിരിക്കുന്നു. ഏരിയ കൂടുന്നതിനനുസരിച്ച് സ്പീഷീസ് റിച്ച്നെസ് കൂടുന്നു. ഇപ്പോൾ നോർമലായിട്ട് നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഒരു റെക്റ്റാങ്കുലാർ ഹൈപ്പർബോള ഷേപ്പിലാണ് ഈ ഗ്രാഫ് കിട്ടുന്നത്. എന്നാൽ ലോഗരിതമിക് സ്കെയിലിൽ വരയ്ക്കുമ്പോൾ ഒരു സ്ട്രൈറ്റ് ലൈനാണ് കിട്ടുന്നത്. അപ്പോൾ നോർമൽ ഗ്രാഫിന് നോർമൽ വാല്യൂസ് എടുത്തിട്ടുള്ള ഗ്രാഫാണെങ്കിൽ അവിടെ സ്പീഷീസ് റിച്ച്നെസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ S=CA⁻Z. എന്നാൽ ലോഗരിതമിക് സ്കെയിലാണെങ്കിൽ log S=log C + Z log A. അപ്പോൾ ഇത് ഓരോ ലെറ്റേഴ്സും എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. എസ് എന്ന് പറയുന്നത് സ്പീഷീസ് റിച്ച്നെസ് ആണ്, എ എന്ന് പറയുന്നത് ഏരിയ ആണ്, സി എന്ന് പറയുന്നത് y ഇൻ്റർസെപ്റ്റ് ആണ്, എസ് എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ദ ലൈൻ. സ്ലോപ്പ് ഓഫ് ദ ലൈനിനെ വിളിക്കുന്ന മറ്റൊരു ടേമാണ് റിഗ്രഷൻ കോഎഫിഷ്യൻറ്റ്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ ഓർമ്മിക്കുക. S=CA⁻Z, അതുപോലെ log S=log C + Z log A. ഈ ഓരോ ലെറ്റേഴ്സും എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു എന്നുള്ളതും ശ്രദ്ധയോടെ ഓർക്കുക. പിന്നെ ഇവിടെ നമ്മുടെ ഇസഡിൻ്റെ വാല്യൂസിൻ്റെ പ്രത്യേകതയാണ് ഇവിടെ ഓർമ്മിക്കേണ്ടത്. സ്ലോപ്പ് ഓഫ് ദ ലൈൻ അല്ലെങ്കിൽ റിഗ്രഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ വാല്യൂ പറയുമ്പോൾ ഇസഡിൻ്റെ നോർമലായിട്ടുള്ള വാല്യൂ 0.1 to 0.2 ആണ്. ഇതൊക്കെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിലൊക്കെ ഈ വാല്യൂ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ലാർജ് ഏരിയാസിൽ വരുമ്പോഴത്തേക്കും വലിയൊരു കോണ്ടിനെൻറ്റിൻ്റെയൊക്കെ സ്പീഷീസ് റിച്ച്നെസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ വാല്യൂ 0.6നും 1.2നും ഇടയിൽ വരും. അതിനൊരു എക്സാമ്പിളായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ് ഫ്രൂജിവോറസ് ബേർഡ്സ് ആൻഡ് മാമൽസ് ഇൻ ട്രോപ്പിക്കൽ ഫോറസ്റ്റ്. അപ്പോൾ അതിൻ്റെ ഇസഡിൻ്റെ വാല്യൂ എടുക്കുമ്പോൾ 1.15 ഉണ്ട്. അപ്പോൾ ഈ വാല്യൂ ഒന്ന് ബൈഹേർട്ട് ചെയ്യുക. ഇനി റിവറ്റ് പോപ്പർ ഹൈപ്പോത്തീസിസ് എന്ന് പറഞ്ഞിട്ടൊരു ഹൈപ്പോത്തീസിസ് ഉണ്ട്. പോൾ ഏർലിച്ച് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. അതുമൊക്കെ മാച്ച് ചെയ്യാൻ വേണമെങ്കിൽ അത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഹൈപ്പോത്തീസിസ് അനുസരിച്ച് ഒരു എക്കോസിസ്റ്റത്തിനെ ഒരു എയറോപ്ലെയിനുമായിട്ട് കമ്പയർ ചെയ്യുന്നു. എയറോപ്ലെയിനിൻ്റെ ഓരോ നട്ടിനെയും ഓരോ സ്പീഷീസായിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇതിലെ യാത്രക്കാർ ഓരോ നട്ടും എടുത്തുകൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ ഓരോ സ്പീഷീസും എക്സ്റ്റിങ്ക്റ്റ് ആയി പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് പറയുന്ന ഒരു ഹൈപ്പോത്തീസിസാണ് റിവറ്റ് പോപ്പർ ഹൈപ്പോത്തീസിസ്. ഈച്ച് ആൻഡ് എവരി സ്പീഷീസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ സർവൈവൽ ഓഫ് ദ അതർ സ്പീഷീസ് ഇൻ ആൻ എക്കോസിസ്റ്റം. പോൾ ഏർലിച്ച് കമ്പയർഡ് ecosystem as an aeroplane and species as rivets. All the parts of an aeroplane are joined together using thousands of rivets. Removal of the rivets cause danger to the aeroplane. Thus loss of species from the ecosystem cause extinction of species and also affect the key functioning of the ecosystem. ഈ ഒരു റിവറ്റ് എടുത്തുകൊണ്ട് പോവുക എന്ന് പറയുന്നത് ഓരോ സ്പീഷീസും എക്സ്റ്റിങ്ക്റ്റ് ആകുന്നതിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെ എക്കോസിസ്റ്റം ഡാമേജ് ആയി പോകുന്നത് അല്ലെങ്കിൽ എക്കോസിസ്റ്റത്തിൻ്റെ ഫംഗ്ഷനിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നതുമാണ് റിവറ്റ് പോപ്പർ ഹൈപ്പോത്തസിസിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിയിൽ പ്രധാനമായിട്ടും എക്സാം ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഈവിൾ കോർട്ട്ലെറ്റ് ഇൻ ബയോഡൈവേഴ്സിറ്റിയാണ്. ബയോഡൈവേഴ്സിറ്റി നഷ്ടപ്പെടുത്തുന്ന 4 കാര്യങ്ങൾ. അത് ചിലപ്പോൾ ഈ ഒരു ഫ്ലോ ചാർട്ട് പോലെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ബ്ലാങ്കായിട്ട് സ്പേസ് വന്നിട്ട് ഫില്ല് ചെയ്യാൻ ചോദിക്കാം. എന്തായാലും ഈ 4 കാര്യങ്ങൾ ഓർമ്മിക്കണം. ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ, കോ എക്സ്റ്റിങ്ഷൻ. ഈ 4 ടേമും ഓർക്കേണ്ടതാണ്. ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും മനുഷ്യൻ്റെ ആക്ടിവിറ്റീസ് കാരണം ഹാബിറ്റാറ്റ് നഷ്ടപ്പെടുക, ഹാബിറ്റാറ്റ് ബ്രേക്ക് ചെയ്തിട്ട് സ്മാൾ ഫ്രാഗ്മെൻറ്റ്സ് ആയി പോകുന്ന സിറ്റുവേഷനും ഉണ്ടാകാം. ഓവർ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് മനുഷ്യർ വേട്ടയാടിയും മറ്റുമൊക്കെ മറ്റു ജീവികളെ നശിപ്പിക്കുന്നത് കാരണം ഉണ്ടാകുന്ന എക്സ്റ്റിങ്ഷൻ. അതിനൊരു എക്സാമ്പിളാണ് സ്റ്റെല്ലേഴ്സ് സീക്കൗ ആൻഡ് പാസഞ്ചർ പീജിയൻ. എക്സാമ്പിൾ ഓർക്കുക. ഓവർ എക്സ്പ്ലോയിറ്റേഷന് എക്സാമ്പിളാണ് എക്സ്റ്റിങ്ഷൻ ഓഫ് സ്റ്റെല്ലേഴ്സ് സീക്കൗ ആൻഡ് പാസഞ്ചർ പീജിയൻ. ഇനി ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻസ് എന്ന് പറയുന്നത് മറ്റ് സ്ഥലങ്ങളിൽ നിന്നും വരുന്ന സ്പീഷീസിനെയാണ് എക്സോട്ടിക് സ്പീഷീസ് അല്ലെങ്കിൽ ഏലിയൻ സ്പീഷീസ് എന്ന് പറയുന്നത്. ഏലിയൻ സ്പീഷീസ് അവിടെ നാച്ചുറലായിട്ട് ഉണ്ടായിരുന്ന നാറ്റീവ് സ്പീഷീസിനെ നശിപ്പിക്കുന്നു. അപ്പോൾ അതിനൊരു എക്സാമ്പിളായിട്ടാണ് നൈൽ പെർച്ച്. introduced into Lake Victoria in East Africa led to the extinction of 200 species of cichlid fish. നൈൽ പെർച്ച് എന്ന് പറയുന്ന മീനിനെ ലേക്ക് വിക്ടോറിയയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കാരണം സിച്ചിലിഡ് ഫിഷസിൻ്റെ നാശം ഉണ്ടായി. 200ഓളം സ്പീഷീസ് സിച്ചിലിഡ് ഫിഷസ് നാശം ഉണ്ടായി. ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ്റെ എക്സാമ്പിളാണ്. ഇനി പ്ലാന്റിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് വരുന്നതാണ് ക്യാരറ്റ് ഗ്രാസ്, ലെൻറ്റാന വാട്ടർ ഹയാസിന്തോ റൈക്കോർണിയ. ഇതൊക്കെ നാറ്റീവ് സ്പീഷീസിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏലിയൻ സ്പീഷീസിന് എക്സാമ്പിളാണ്. ഇനി മറ്റൊരു എക്സാമ്പിളാണ് ക്ലാരിയസ് ഗാരിപ്പിനസ് എന്ന് പറയുന്ന ആഫ്രിക്കൻ കാറ്റ് ഫിഷ്.
ആഫ്രിക്കൻ ക്യാറ്റ് ഫിഷ് നാറ്റീവായിട്ടുള്ള ക്യാറ്റ് ഫിഷസിന് ഡേഞ്ചറാണ്. ഇനി കോ എക്സ്റ്റിങ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ജീവി എക്സ്റ്റിങ്റ്റ് ആകുമ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന മറ്റ് ജീവികളും എക്സ്റ്റിങ്റ്റ് ആകുക. അതാണ് കോ എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്. ഒരു ഹോസ്റ്റ് ഫിഷ് മരിക്കുമ്പോഴത്തേക്കും അതിൻ്റെ പാരസൈറ്റായിട്ട് ജീവിക്കുന്ന ഫിഷും നശിച്ചു പോവുക. ഒരു കോ ഇവോൾഡ് പ്ലാന്റ് പ്ലോനിലേറ്റർ മ്യൂച്വലിസം അതും ഒരു എക്സ്റ്റിങ്ഷൻ ഒരു എക്സാമ്പിളാണ് കോ എക്സ്റ്റിങ്ഷന്. ഇനി ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ മെത്തേഡ്സുകളാണ്. ഇൻസിറ്റീവ് കൺസർവേഷനും എക്സിറ്റീവ് കൺസർവേഷനും. ഇൻസിറ്റീവ് കൺസർവേഷൻ അഥവാ ഓൺസൈറ്റ് കൺസർവേഷൻ, എക്സിറ്റീവ് കൺസർവേഷൻ അഥവാ ഓഫ്സൈറ്റ് കൺസർവേഷൻ. ഈ രണ്ട് കൺസർവേഷൻ മെത്തേഡുകളും ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കേണ്ടതാണ്. അതിലെ മെത്തേഡുകൾ എന്തൊക്കെയാണ്? ഇൻസിറ്റീവ് കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ചോദിക്കാം. ഡിഫറൻഷ്യേറ്റ് ഇൻസിറ്റീവ് കൺസർവേഷൻ ഫ്രം എക്സിറ്റീവ് കൺസർവേഷൻ. ഇൻസിറ്റീവ് കൺസർവേഷൻ എന്ന് പറയുമ്പോൾ സ്പീഷീസ് ആർ പ്രൊട്ടക്റ്റഡ് വിത്ത് ഇറ്റ്സ് നാച്ചുറൽ ഹാബിറ്റാറ്റ് ബൈ ലീഗൽ ഓർ കൾച്ചറൽ മെഷേഴ്സ്. നാച്ചുറൽ ഹാബിറ്റാറ്റിൽ തന്നെ എക്സ്റ്റിങ്റ്റ് ആകാൻ പോകുന്ന സ്പീഷീസുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ത്രെട്ടൻഡ് സ്പീഷീസ് ആർ ടേക്കൺ ഫ്രം ദെയർ നാച്ചുറൽ ഹാബിറ്റാറ്റ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ഇൻ സ്പെഷ്യൽ സെറ്റിങ്സ്. നാച്ചുറൽ ഹാബിറ്റാറ്റിൽ നിന്നും ഒരു ആർട്ടിഫിഷ്യൽ രീതിയിലേക്ക്, പ്രൊട്ടക്റ്റഡ് രീതിയിലേക്ക് ഓർഗാനിസംസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനെയാണ് എക്സിറ്റീവ് കൺസർവേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കൂടുതലും പ്രാധാന്യം കൊടുക്കേണ്ടത് ഈ എക്സാമ്പിൾസ് ആണ്. എന്തൊക്കെയാണ് ഇൻസിറ്റീവ് കൺസർവേഷൻ്റെ എക്സാമ്പിൾ, എന്തൊക്കെയാണ് എക്സിറ്റീവ് കൺസർവേഷൻ്റെ എക്സാമ്പിൾ. ഇൻസിറ്റീവ് കൺസർവേഷൻ്റെ എക്സാമ്പിൾ നാഷണൽ പാർക്സ്, സാങ്ച്വറീസ്, ബയോസ്ഫിയർ റിസർവ്സ്, സാക്രഡ് ഗ്രൂവ്സ്. എക്സിറ്റീവ് കൺസർവേഷൻ്റെ എക്സാമ്പിൾ സുവോളജിക്കൽ പാർക്സ്, ബൊട്ടാണിക്കൽ ഗാർഡൻ, വൈൽഡ് ലൈഫ് സഫാരി പാർക്സ്, ക്രയോ പ്രിസർവേഷൻ, സീഡ് ബാങ്ക്സ്. ചിലപ്പോൾ ഇതുപോലെ തന്നെ ചാർട്ടായിട്ടൊക്കെ തന്നിട്ട് അത് ഫില്ല് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കാം. അല്ലെങ്കിൽ ഇതുപോലെ കുറേ കൺസർവേഷൻ മെത്തേഡ് തന്നിട്ട് രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കാനുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കാം. അപ്പോൾ എങ്ങനെ ചോദിച്ചാലും ഇൻസിറ്റീവ് കൺസർവേഷൻ മെത്തേഡ്സുകൾ ഇതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. എക്സിറ്റീവ് കൺസർവേഷൻ ഏതൊക്കെയാണെന്നുള്ളത് ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷനിൽ ഫോക്കസ് ഏരിയ ടോപ്പിക്കിൽ വരുന്നത്. അപ്പോൾ എല്ലാ ടോപ്പിക്കുകളും റിവൈസ് ചെയ്ത് പഠിക്കുക, നന്നായിട്ട് പരീക്ഷ എഴുതുക. എല്ലാവർക്കും നല്ല വിജയാശംസകൾ നേരുന്നു. വീഡിയോ ലെസൺസ് പ്ലീസ് സബ്സ്ക്രൈബ് TLP's biology classes. Thank you.